നമസ്കാരം, എല്ലാവർക്കും രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കെമിസ്ട്രിയിലെ രണ്ടാമത്തെ പാഠം സൊല്യൂഷനിലെ ആ സൊല്യൂഷൻ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ബേസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. മാത്രമല്ല മുഴുവൻ കാണുക. ഓക്കെ, മുഴുവൻ കാണുക. ഉറപ്പായിട്ട് ഇതിന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ക്ലാസ്സിലോട്ട് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നാൽ എന്ത്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണ്, പക്ഷെ റിപ്പീറ്റഡ് ആണ്. അതേപോലെ തന്നെ ഏതൊക്കെ പ്രോപ്പർട്ടിനെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? വാട്ട് ഈസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, പിന്നെ ഏതൊക്കെ പ്രോപ്പർട്ടിയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് അറിയപ്പെടുന്നത് എന്ന് രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. സോ രണ്ടും പറയാം. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാല് സൊല്യൂട്ടിന്റെ എണ്ണത്തെ, അതായത് എത്ര നമ്പർ ഓഫ് സൊല്യൂട്ട് ഉണ്ട് ഒരു സൊല്യൂഷനിൽ, എത്ര നമ്പർ ഓഫ് സൊല്യൂട്ട് ഉണ്ട് എന്നതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെ വിളിക്കുന്ന പേരാണെന്ത്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. എന്താണ്? പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് ഓൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ. എന്താണ്? ഇതെല്ലാം പ്രോപ്പർട്ടീസ് ആണ്. എന്ത് പ്രോപ്പർട്ടീസ്? സൊല്യൂട്ടിന്റെ നമ്പറിന്റെ എന്തുമാത്രം സൊല്യൂട്ട് ഉണ്ട് എന്നതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെ വിളിക്കുന്ന പേരാണെന്ത്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അങ്ങനെ പറയാം. പ്രോപ്പർട്ടീസ് which depend on എന്തിനെ മാത്രം? which depend on number of solute particle. സെന്റൻസ് മുഴുവൻ കുറച്ച് പറയാനുണ്ട്. കാരണമല്ല, ആ സൊല്യൂഷനിൽ എന്തുമാത്രം സൊല്യൂട്ടിന്റെ പാർട്ടികൾ ഉണ്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ദർ നേച്ചർ. സൊല്യൂട്ടിന്റെ നേച്ചറൽ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യില്ല. അതായത് ഇപ്പം ഷുഗർ ഇട്ടാലും ശരി, ഉപ്പിട്ടാലും ശരി, അതൊന്നും ഡിപ്പെൻഡ് ചെയ്യില്ല. എത്രമാത്രം പാർട്ടിക്കിൾ ഉണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. അതാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, 4 ഉണ്ട്. ഏതൊക്കെ നോക്കിയോ? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ആണ്. എന്തൊക്കെയാണ്? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഒന്നാണ്. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ദി സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് ശകലം കൂടും. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ്. അതുപോലെ ഡിപ്രഷൻ ഇൻ ദി ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദി സോൾവെന്റ്. എന്താണ്? ഡിപ്രഷൻ ഇൻ ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദി സോൾവെന്റ്. അതുപോലെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ of the solvent. അതുപോലെ ഇതിന് പറയുന്നുണ്ട് ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ. ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ ആണ്. ബാക്കി എല്ലാം സോൾവെന്റ് ആണ്. ഓസ്മോട്ടിക് പ്രഷർ മാത്രം സൊല്യൂഷൻ ആണ്. ഒരിക്കലും പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് ഓൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ, അവരെ നമ്മൾ എന്ത് വിളിക്കുന്നത്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. എന്തൊക്കെയുണ്ട്? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ്, ഡിപ്രഷൻ ഇൻ ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദി സോൾവെന്റ്, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് ദി സോൾവെന്റ്, ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടാണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അടുത്ത സ്ലൈഡ് പോവാം. മൈക്കാണേ നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. For determining the molecular mass of polymer, osmotic pressure is preferred. Why? നോക്കിയാണേ, പോളിമറിന്റെ മോളിക്കുലർ മാസ് കണ്ടെത്താനായിട്ട് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ ആണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട്? സിമ്പിൾ ക്വസ്റ്റ്യൻ. നോക്കാം. ഒന്നാമത്തെ കാരണം ഇതാണ്. നമ്മൾ ഇവിടെ പ്രഷർ അളക്കുമല്ലോ. പ്രഷർ അളക്കണത് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ്. വളരെ അഡ്വാൻറ്റേജ് അല്ലേ? ഒന്നാമത്തെ കാരണം എന്താണ്? പ്രഷർ അളക്കുന്നത്. പ്രഷർ മെഷർമെന്റ്. പ്രഷർ അളക്കുന്നത് എപ്പോഴാണ്? അറ്റ് റൂം ടെമ്പറേച്ചർ. അപ്പൊ ടെമ്പറേച്ചർ നമുക്ക് കൂട്ടുകയും വേണ്ട, കുറയ്ക്കുകയും വേണ്ട. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണ്ട? പൈസ ചെലവാക്കേണ്ട കാര്യമില്ല. ഒരു ലാഭം. ഇനി അടുത്ത മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മൊളാലിറ്റിക്ക് പകരം മൊളാരിറ്റി ആണ് ഉപയോഗിക്കുന്നത്. മൊളാരിറ്റി ആണ് യൂസ് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ആര്? മൊളാലിറ്റി. അതായത് മൊളാലിറ്റിക്ക് പകരം മൊളാരിറ്റി ആണ് ഉപയോഗിക്കുന്നത്. മാറിപ്പോയിരിക്കാനായിട്ട് ഞാൻ ഓർത്ത് വെക്കുന്നത് എത്രയേ ഉള്ളൂ? 6 രാഹുൽ എന്നെ ഉപയോഗിക്കുന്നത് ആലോചിച്ചാൽ മതി കേട്ടാ. എന്തെങ്കിലും ആലോചിക്കണേ.
മൊളാരിറ്റി ആണ് എന്ത് ചെയ്യണേ ഉപയോഗിക്കുന്നത് കേട്ടാ. മൊളാരിറ്റി ആണ് ഉപയോഗിക്കുന്നത്, മൊളാലിറ്റി ഉപയോഗിക്കില്ല, മൊളാരിറ്റി ആണ് ഉപയോഗിക്കുന്നത്. അടുത്തൊരു പോയിന്റ് എന്ന് പറയണേ, ഒന്നെന്താണ് പ്രഷർ മെഷർമെന്റ് എടുക്കുന്നത് റൂം ടെമ്പറേച്ചറിലാണ്. അടുത്തത് എന്താണ് മൊളാരിറ്റി ആണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് പറഞ്ഞാലേ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആയാൽ പോലും ഡൈല്യൂട്ട് സൊല്യൂഷനിൽ പോലും നമുക്ക് എന്ത് കിട്ടും ലാർജ് വാല്യൂ കിട്ടും. ഡൈല്യൂട്ട് സൊല്യൂഷൻ പോലും എന്ത് ചെയ്യും ലാർജ് വാല്യൂ കിട്ടും, ലാർജ് വാല്യൂ കിട്ടും. ലാർജ് വാല്യൂസ് വിൽ ബി ഒബ്റ്റൈൻഡ്. ലാർജ് വാല്യൂസ് വിൽ ബി ഒബ്റ്റൈൻഡ് ഫോർ ഈവൻ ഫോർ ഡൈല്യൂട്ട് സൊല്യൂഷൻ. ഡൈല്യൂട്ട് സൊല്യൂഷൻ ആയാൽ പോലും എന്ത് ചെയ്യും നമുക്ക് കിട്ടുന്ന ഉത്തരം വളരെ വലുതായിരിക്കും, നല്ലൊരു വലിയൊരു വാല്യൂ കിട്ടും, ലാർജ് വാല്യൂ കിട്ടും. ഇതാണ് 3 കാരണങ്ങൾ. ഇമ്പോർട്ടന്റ് ആണ്. പ്രഷർ എടുക്കുന്നത് നമ്മുടെ റൂം ടെമ്പറേച്ചറിലാണ്, വൻ ലാഭമാണ് കാരണം. പിന്നതോ മൊളാരിറ്റി ആണ് ഉപയോഗിക്കുന്നത്, മൊളാരിറ്റി മാറിപ്പോയിരിക്കാനാ പറഞ്ഞ രാഹുൽ അർത്ഥമായി. അടുത്ത ഡൈല്യൂട്ട് സൊല്യൂഷൻ ലാർജ് വാല്യൂ എന്ത് കിട്ടും, ലാർജ് വാല്യൂ കിട്ടും. ഇവിടെ ഡൈല്യൂട്ട് സൊല്യൂഷനിലായാൽ പോലും എന്ത് ചെയ്യും ലാർജ് വാല്യൂസ് നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത എടുക്കാം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഐഡിയൽ സൊല്യൂഷൻ? ഐഡിയൽ സൊല്യൂഷൻ എന്നാൽ എന്ത്? സിമ്പിൾ ആണ്. എന്താണ് ദ സൊല്യൂഷൻ വിച്ച് ഒബേ റൗൾസ് ലോ ഓവർ ദി എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഇസ് കാൾഡ് ഐഡിയൽ സൊല്യൂഷൻ. എന്താണ് ഞാൻ പറഞ്ഞത്? വിച്ച് ഒബേ ദ സൊല്യൂഷൻ വിച്ച് ഒബേ എന്ത് ലോ? റൗൾസ് ലോ. റൗൾസ് ലോ ഓവർ ദി എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ. ഓവർ ദി എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ. ഓവർ ദി entire range of concentration. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നേ? ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നേ. എന്താണ് ഇത്ര മാത്രം എഴുതല്ലേ, മാർക്ക് കിട്ടില്ല, ഇനി വേണം എന്നൊക്കെയാണ്. എന്താണെന്ന് അറിയാമോ? ഇവിടെ എൻതാൽപി ഓഫ് മിക്സിംഗ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. എൻതാൽപി ഓഫ് മിക്സിംഗ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അതായത് നമ്മൾ ഈ സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് 2 പ്യുവർ കോമ്പണന്റ്സ് മിക്സ് ചെയ്യുമല്ലോ. മിക്സ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഉണ്ടാവുന്ന എനർജി ചേഞ്ച് എന്തായിരിക്കും? 0 ആയിരിക്കണം. അതായത് അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്യാനും പാടില്ല, റിലീസ് ചെയ്യാനും പാടില്ല. എൻതാൽപി ഓഫ് മിക്സിംഗ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കണം. എൻതാൽപി ഓഫ് മിക്സിംഗ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കണം, ഈക്വൽ ടു 0 ആയിരിക്കണം. എൻതാൽപി ഓഫ് മിക്സിംഗ് അതായത് എന്ത് ചെയ്യണം, രണ്ട് പ്യുവർ കമ്പോണന്റ് മിക്സ് ചെയ്ത് ഒരു സൊല്യൂഷൻ ആക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ഹീറ്റ് എനർജി എന്ത് ചെയ്യാൻ പാടില്ല, അബ്സോർബ് ചെയ്യാനും പാടില്ല, റിലീസ് ചെയ്യാനും പാടില്ല. ഇങ്ങനെ പറയാം, ഡെൽറ്റ മിക്സ് H ഈക്വൽ ടു 0. അതുപോലെ തന്നെ വോളിയം ഓഫ് മിക്സിംഗ് ഈസ് 0. വോളിയം ഓഫ് മിക്സിംഗ് ഈസ് 0. വോളിയം ഓഫ് മിക്സിംഗ് ഈസ് 0. ഡെൽറ്റ മിക്സ് വോളിയം V ഈക്വൽ ടു എന്തായിരിക്കണം? 0 ആയിരിക്കണം. വോളിയം ഓഫ് മിക്സിംഗ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കണം. അതായത് 2 പ്യുവർ കമ്പോണന്റ് നമ്മൾ ആഡ് ചെയ്യുമല്ലോ. ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഒന്നാമത്തെ കമ്പോണന്റ് വോളിയം പ്ലസ് രണ്ടാമത്തെ കമ്പോണന്റ് വോളിയം അത്ര മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉണ്ടാകാൻ പാടുള്ളൂ. അല്ലാതെ വോളിയം കൂടാനോ കുറയാനോ പാടില്ല. ഒന്നാമത്തെ വോളിയം ഉണ്ടല്ലോ, ഇപ്പൊ ഉദാഹരണത്തിന് 5 ലിറ്റർ എയും 5 ലിറ്റർ ബിയും കൂടെ തമ്മിൽ ആഡ് ചെയ്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് കൃത്യം 10 ലിറ്റർ തന്നെ ഉണ്ടായിരിക്കണം. എന്താണ് എന്ത് പറയണേ? വോളിയം ഓഫ് മിക്സിംഗ് ഈക്വൽ ടു 0 ആയിരിക്കണം. ഡെൽറ്റ മിക്സ് V ഈക്വൽ ടു എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇത്ര ആയാലും എന്താവുള്ളൂ, ഐഡിയൽ സൊല്യൂഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഒരിക്കലും പറയാം, which obey Raoult's law over the entire range of concentration. Enthalpy of mixing equal to 0. അതായത് പ്യുവർ കമ്പോണന്റ്സ് മിക്സ് ചെയ്ത് സൊല്യൂഷൻ ആക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ഹീറ്റ് അബ്സോർബ് ചെയ്യാനും പാടില്ല, ഹീറ്റ് റിലീസ് ചെയ്യാനും പാടില്ല. ഡെൽറ്റ മിക്സ് H ഈക്വൽ ടു 0. അതുപോലെ വോളിയം ഓഫ് മിക്സിംഗ് ഈക്വൽ ടു 0. അതായത് ഡെൽറ്റ മിക്സ് V ഈക്വൽ ടു 0. എന്താണ് അർത്ഥം? തമ്മിൽ രണ്ട് പ്യുവർ കമ്പോണന്റ് മിക്സ് ചെയ്ത് പുതിയ സൊല്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, വോളിയം കൂടാനോ കുറയാൻ പാടില്ല. ആ 2 പ്യുവർ കമ്പോണന്റ് വോളിയത്തിന്റെ അഡീഷൻ ആയിരിക്കണം ഒരു സൊല്യൂഷന്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഐഡിയൽ സൊല്യൂഷൻ. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എന്താണ് വാട്ട് ആർ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാൽ മതി? സൊല്യൂഷൻ വിച്ച് ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് ഒബേ റൗൾട്ട്സ് ലോ നോക്കിയാൽ മതി. ഓക്കെ, സൊല്യൂഷൻ വിച്ച് ഡസ് നോട്ട് ഒബേ റൗൾട്ട്സ് ലോ ഓർ ദി എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഇസ് കാൾഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. അവിടെ എന്ത് ചെയ്യും, പ്രഷറിന് വേരിയേഷൻ ഉണ്ടാവും. പ്രഷർ ചിലപ്പം പോസിറ്റീവ് ഡീവിയേഷനോ അല്ലെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷനോ കാണിക്കാം. എന്താണെന്ന് വായിക്കുക. ഐഡിയൽ ക്വസ്റ്റ്യൻ ആണ്, സൊല്യൂഷൻ ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ. അപ്പൊ മറ്റൊരു വായിച്ചു വെക്കുക. ഓക്കെ, അടുത്ത സമയം പോവാം. ഓക്കെയാണേ, നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ഈസ് ഷോൺ ബൈ മിക്സ്ചർ ഓഫ് ക്ലോറോഫോം ആൻഡ് അസിറ്റോൺ? വൈ? ക്ലോറോഫോമിന്റെയും അസിറ്റോണിന്റെയും മിക്സ്ചർ എന്ത് ടൈപ്പ് ഡീവിയേഷൻ ആണ് കാണിക്കുന്നത്, എന്തുകൊണ്ട്? ഇതാണ് ക്വസ്റ്റ്യൻ. വാട്ട് ടൈപ്പ് ഓഫ്, ഓക്കെ,
ഇപ്പൊ ക്ലോറോഫോമിന്റെയും അസറ്റോണിന്റെയും എന്ത് ഡീവിയേഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. നെഗറ്റീവ് ഡീവിയേഷൻ ആണ് ഫ്രം എന്തിൽ നിന്നും? ഫ്രം റൗൾട്ട്സ് ലോയിൽ നിന്നും. ഓക്കെ, ഫ്രം റൗൾട്ട്സ് ലോ. നെഗറ്റീവ് ഡീവിയേഷൻ ആണ് കാര്യം കാണിക്കുന്നത് അസറ്റോണിന്റെയും ക്ലോറോഫോമിന്റെയും മിക്സ്ചർ. ഒരു ക്വസ്റ്റ്യൻ ആയി. അടുത്ത വൈ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറോഫോമിന് എന്ത് ചെയ്യാൻ പറ്റും അറിയാമോ? അസറ്റോണുമായി ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. എന്താണ്? ക്ലോറോഫോമിനും എന്ത് ചെയ്യാൻ പറ്റും? ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. ആരുമായിട്ട്? അസറ്റോണുമായിട്ട്. നോക്കാം അങ്ങനെയാണെന്ന്. നോക്കിയാണേ, CH3 C ഡബിൾ ബോണ്ട് O. ഇതെന്തായി? അസറ്റോണായി ആണല്ലോ. ഇനി ക്ലോറോഫോം വരയ്ക്കാം. Cl H. നോക്കേ, ഇത് ക്ലോറോഫോം അല്ലെ? CHCl3 ഇതല്ലേ ക്ലോറോഫോം? CH3 C ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് CH3 ഇതല്ലേ അസറ്റോണ്? നോക്ക്, ഈ ക്ലോറോഫോമില് ഈ ഹൈഡ്രജനും അസറ്റോണില് ഈ ഓസും തമ്മിൽ എന്ത് ചെയ്യും? ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. ഇതുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്. ആര്? ക്ലോറോഫോമും അസറ്റോണും. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, തെറ്റിക്കരുത് ഇനിയെങ്കിലും. ഓക്കെ, അടുത്ത സ്ലൈഡ് പോവാം. നോക്കിയാണേ, നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. Delta TB is directly proportional to M. Elevation of boiling point is directly proportional to molality. From this, derive an expression to obtain molar mass of the solute. ഇവിടെ എന്താ? മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ടിന് വേണ്ടി ഒരു എക്സ്പ്രഷൻ ഡെറൈവ് ചെയ്യണം. ഓക്കെ, ഇതൊരെണ്ണം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ആലോചിച്ചോണം. ഇത് പ്രീവിയസ് ആണെങ്കിൽ ബാക്കിയുള്ളതും കൂടി നോക്കണം കേട്ടോ. ബാക്കിയുള്ള ഡെറിവേഷനും കൂടി ഇതേപോലെ ചെറിയ ഡെറിവേഷൻ ഉണ്ട്. ചെയ്ത സ്റ്റെപ്പുകളൊക്കെ ഏകദേശം സെയിം ആണ്. സോ അതെന്ത് ചെയ്യണം? നോക്കിയിട്ടേ പോവാം കേട്ടോ. എല്ലാം ഒരേ സ്റ്റെപ്പുകളാണ്, അവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇത് മാത്രമേ പഠിപ്പിക്കത്തുള്ളൂ, ബാക്കി നോക്കിയിട്ടേ പോവാം. ഓക്കെ, നമുക്ക് നോക്കാം. ഡെൽറ്റ TB ഈസ് പ്രൊപ്പോർഷണൽ ടു M. ക്വസ്റ്റ്യനില് ഇങ്ങനെ അല്ല എഴുതിയിരുന്നേ, സെന്റൻസിൽ എഴുതിയിരുന്ന കേട്ടോ. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി ഓഫ് ദി സൊല്യൂഷൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ചുരുക്കിയാണെങ്കിൽ ആക്കി വെച്ചേക്കണേ. ഓക്കെ, അപ്പൊ ഡെൽറ്റ TB ഈസ് പ്രൊപ്പോർഷണൽ ടു M. പ്രൊപ്പോർഷണൽ മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യണം ആണല്ലോ. ഡെൽറ്റ TB ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് KB ഇൻറ്റു M. KB അറിയപ്പെടുന്ന പേരാണ് ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. പേര് ഇതുപോലെ പഠിച്ചു വെക്കണേ. എന്താണ്? ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. ഓക്കെ, ഇവിടെ വരെ എഴുതിയിട്ട് ആ ടേംസ് ഒക്കെ ഡിഫൈൻ ചെയ്യണം ഓരോന്നായിട്ട്. ഡെൽറ്റ TB എന്താണ്? ഡെൽറ്റ TB എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, M മൊളാലിറ്റി ഓഫ് ദി സൊല്യൂട്ട്, KB ഈ പറഞ്ഞ 3 ടേംസ്. ഇതിവിടെ നിൽക്കട്ടെ. ഇത് ഇക്വേഷൻ നമ്പർ 1 ഇത് സങ്കല്പിക്കോ, അവിടെ കിടക്കട്ടെ. നമുക്ക് ഇനി M എന്താണെന്ന് നോക്കാം. M എന്താണ്? മൊളാലിറ്റി അല്ലേ? M മൊളാലിറ്റി. M എന്ന് പറയുന്നത് എന്താണ്? മൊളാലിറ്റി. മൊളാലിറ്റി M ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദി സോൾവെന്റ് ഇൻ കിലോഗ്രാം. മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ശ്രദ്ധിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. മൊളാലിറ്റി M എന്ന് പറയുന്നത് മോൾസ് ഓഫ് സോളിഡ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ആണ്. സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഓക്കെ, മൊളാലിറ്റി നിൽക്കട്ടെ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സോളിഡ് എങ്ങനെ കണ്ടെത്താം? മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അല്ലേ? നമ്പർ ഓഫ് മോൾസ് കണ്ടെത്താം മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അപ്പൊ ഞാൻ സൊല്യൂട്ടിനെ 2 കൊടുക്കുകയാണേ. അപ്പൊ നോക്കിയോ, മാസ് ഓഫ് ദി സൊല്യൂട്ട് എത്രയായിരിക്കും? W2 എന്താണ്? മാസ് ഓഫ് ദി സൊല്യൂട്ട് W2 ഡിവൈഡഡ് ബൈ മോളാർ മാസ്. 2 കൊടുക്കുകയാണെങ്കിൽ എന്താവും? ക്യാപിറ്റൽ M രണ്ടാമത്തത്. അപ്പൊ നോക്കിയാണേ, മോൾസ് ഓഫ് സൊല്യൂട്ട് കണ്ടെത്താം W2 ബൈ M2. എന്താണ് W2? എന്താണ്? ഗ്രാമിൽ എടുക്കുന്ന സൊല്യൂട്ടിന്റെ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട്. W2 ബൈ M2 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ്. എന്തെടുക്കാം? ഗ്രാമിൽ എടുക്കാം. സോൾവെന്റ് ആയതുകൊണ്ട് W1 എന്താണ്? ഗ്രാമിലാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? കിലോഗ്രാമിൽ വേണം. അപ്പൊ എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ 1000. അപ്പൊ എന്ത് ചെയ്യും? W2 ബൈ M2 ഡിവൈഡ് ബൈ M2 ദ ഹോൾ ഡിവൈഡ് ബൈ W1 ബൈ 1000 ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യും? നമ്മള് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും ആണല്ലോ. ഇൻറ്റു 1000 ഡിവൈഡ് ബൈ W1. ഓക്കെ,
അപ്പൊ W2 into 1000 ഡിവൈഡ് ബൈ M2 into W1. ഓക്കെ അല്ലേ? മായ്ക്കട്ടെ, ബാക്കി പറയാം. ഓക്കെ, ഞാൻ ഇവിടെ കിട്ടിയ ഇക്വേഷൻ ഇവിടെ എഴുതിച്ചിട്ടുണ്ട്, എനിക്ക് റെഫർ ചെയ്ത് കാണിക്കാനായിട്ട്. ഇനി എന്ത് ചെയ്യാം, MLT-യിലെ ഈ M എന്ത് ചെയ്യാം, ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മളാണ് ചെയ്യാൻ പോണത്. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 2 in 1. ഇക്വേഷൻ 2 in 1. 2 in 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. delta TB equal to KB into M ന്റെ സ്ഥാനത്ത് ആരെ എഴുതാം, W2 into 1000 divided by M2 into W1. W2 into 1000 divided by M2 into W1. M2 into W1 ആണല്ലോ. കണ്ടെത്തുന്നതാണ് മോളാർ മാസ് അല്ലേ, മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട്. അതായത് M2 കണ്ടെത്തണം. സോ എന്ത് ചെയ്യാം, M2 ഇവിടെ കൊണ്ടുവരാം, TB അവിടെ കൊണ്ടുപോകാം. M2 equal to KB into W2 into 1000 divided by delta TB into W1. ഓക്കെ, അപ്പം ഇവിടെ കൊണ്ട് നിർത്തികളായത് മാർക്ക് ചെയ്തിട്ടില്ല, എല്ലാ ടേംസും ഡിഫൈൻ ചെയ്യുക. M2 എന്താണ്, മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട്. KB എന്താണ്, നേരത്തെ പറഞ്ഞു, എന്താണ് എബ്ലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്നോ മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് എന്നോ ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ് എഴുതുക. W2 എന്താണ്, W2 മാസ് ഓഫ് ദി സൊല്യൂട്ട് ഇൻ ഗ്രാം, 1000 ഒക്കെ. ഡെൽറ്റ TB എന്താണ്, ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. W1 എന്താണ്, W1 മാസ് ഓഫ് ദി സോൾവെന്റ് ഇൻ ഗ്രാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഡെറിവേഷൻ. ഇതേപോലെയാണ് ബാക്കി ഉള്ള ഡെറിവേഷനും. സോ രണ്ടെണ്ണല്ലേ ഉള്ളൂ, അത് ജസ്റ്റ് നോക്കിയിട്ട് പോകട്ടെ, പഠിക്കാതെ പോകരുതേ, ഇമ്പോർട്ടന്റ് ആണ്, വെറുതെ മാർക്ക് കളയരുത്. ഇതേപോലെ തന്നെ അതിലും ചെയ്യാനുള്ളത്. ഓക്കെ, അടുത്ത ദിവസമായിട്ട് പോവാം, നോക്കിയാണേ നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. An aqueous dilute solution boils at 373.052 Kelvin. Okay. Find the freezing point of the solution. Freezing point കണ്ടെത്തണം, സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് കണ്ടെത്തണം. നോക്കിയാണെ aqueous solution വന്നിട്ടുണ്ട്. സോ വാട്ടർ ഉള്ളതാണെന്ന് മനസ്സിലായി. ഓക്കെ, അതിന്റെ ബോയിൽ ആണത് 373.052 കെൽവിൻ ആണെന്ന്. ഓക്കെ, എന്നിട്ട് വാട്ടറിന്റെ KB വന്നിട്ടുണ്ട് 0.52 കെൽവിൻ കിലോഗ്രാം പെർ മോൾ. വാട്ടറിന്റെ KF വന്നിട്ടുണ്ട് 1.86 കെൽവിൻ കിലോഗ്രാം പെർ മോൾ. ഓക്കെ, ഇത്രയും വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. വാട്ടറിന്റെ പ്യുവർ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്, 373 കെൽവിൻ അല്ലെ, 373 കെൽവിൻ. പക്ഷെ ഇവിടെ എന്താ എഴുതിക്കണേ, 371.052 അല്ലെ, അതായത് TB എത്ര, 0.052 അല്ലെ. ഡെൽറ്റ TB ആണ് എത്ര, 0.052. ഡെൽറ്റ TB എത്ര, 0.052. കാരണം എന്താണ്, ഡെൽറ്റ TB എന്ന് പറഞ്ഞാൽ TB മൈനസ് TB0 അല്ലെ, TB മൈനസ് TB0. 373.052 മൈനസ് 373 ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും, 0.5 കിട്ടും അല്ലെ. 373.052 മൈനസ് 373 കിട്ടി, ഡെൽറ്റ TB ആയി. അപ്പൊ ഡെൽറ്റ TB എന്ന് പറഞ്ഞാൽ 0.52. അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത ഉണ്ടല്ലോ, ഇനി നമുക്ക് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ നോക്കിയാണേ, ഡെൽറ്റ TF0 എത്രയാണ്, ഡെൽറ്റ TF0. ഡെൽറ്റ TF0 എന്ന് പറഞ്ഞാൽ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ആണ്, 0 ഡിഗ്രി ആണ്. അപ്പം 273 കെൽവിൻ. 273 കെൽവിൻ ആണ് എന്ത്, പ്യുവർ വാട്ടറിന്റെ എന്ത്, ഡെൽറ്റ അല്ല TF0 എത്രയാണ്, 273 കെൽവിൻ. നമുക്ക് അതാണ് കിട്ടി, അവിടെ നിൽക്കട്ടെ. ഓക്കെ, നമുക്ക് ഇനി എന്താ എഴുതാണ്ട, ഇനിയുള്ള തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യൻസിൽ? ഇല്ല, തന്നിട്ടില്ല അല്ലേ. ശരി, ഇനി നമുക്ക് അറിയാനുള്ള കാര്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഡെൽറ്റ TF ബൈ ഡെൽറ്റ TB കണ്ടെത്താം. ഓക്കെ, ഡെൽറ്റ TF ബൈ ഡെൽറ്റ TB. ഡെൽറ്റ TF എന്താണ്, KF into M ഡിവൈഡ് ബൈ TB എന്താണ്, ഡെൽറ്റ TB KB into M ആണല്ലോ. ഡെൽറ്റ TF ബൈ ഡെൽറ്റ TM എടുക്കുമ്പോഴത്തേക്കും KF into M ബൈ KB into M വരും. ഇതെല്ലാം ചെയ്യണ്ട, M കട്ട് ചെയ്യാം, M കട്ട് കളയാം. നമുക്ക് കണ്ടെത്തേണ്ടതാണ് ഡെൽറ്റ TF അല്ലേ. ഡെൽറ്റ TF ഈക്വൽ ടു ഡെൽറ്റ TB into KF ബൈ KB. ഓക്കെ, നമുക്ക് ഇങ്ങനെ കിട്ടി, ഡെൽറ്റ TB into KF ബൈ KB ഇങ്ങനെ കിട്ടി. ഇങ്ങനെ ചെയ്യാൻ പറ്റും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. ഡെൽറ്റ TB ഉണ്ടാ, ഡെൽറ്റ TB
ഡെൽറ്റ ടി ബി ഉണ്ട്, കെ എഫ് ഉണ്ട്, കെ ബി ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇത് മാറ്റിയാണേ. ഓക്കെ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു ഡെൽറ്റ ടി ബി. ഡെൽറ്റ ടി ബി എത്രയായിരുന്നു? 320 നിന്ന് 0.052 പറയണം അല്ലേ? 0.052. ഡെൽറ്റ ടി ബി 0.052 ഇൻറ്റു കെ എഫ്. കെ എഫ് എന്ന് പറഞ്ഞാൽ 1.86 ഡിവൈഡ് ബൈ കെ ബി. കെ ബി എന്ന് പറഞ്ഞാൽ 0.52 ഈക്വൽ ടു 0.052 ഇൻറ്റു 1.86 ഡിവൈഡ് ബൈ 0.52. 52. അത് കട്ട് ചെയ്യാലോ. ഇത് കട്ട് ചെയ്യാം. പക്ഷെ ഇവിടെ മോളിൽ ഒരു 0 ഉണ്ട്. അപ്പൊ നമ്മൾ 100/10 വരും. സോ താഴെ ഒരു 10 വരും അല്ലെ? താഴെ 10 വരും. സോ 1.86 ഡിവൈഡ് ബൈ 10 എന്ന് വരും ഈക്വൽ ടു 0.186 കെൽവിൻ എന്ന് കിട്ടും. ഡെൽറ്റ ടി എഫ് എത്ര? 0.186. ഓക്കെ, ഡെൽറ്റ ടി എഫ് കിട്ടിയില്ലേ? ഓക്കെ, 0.186. നമുക്ക് കണ്ടെത്താൻ എന്താണ്? ഫ്രീസിംഗ് പോയിന്റ്. ടി എഫ് കിട്ടിയല്ലോ. ബാക്കി കണ്ടെത്താം. ബാക്കിയാണേ. ഓക്കെ, ബാക്കി ചെയ്യാം. നമുക്ക് കിട്ടിയ എന്താണ്? ഡെൽറ്റ ടി എഫ് കിട്ടിയല്ലേ? എത്ര കിട്ടി? 0.186 കിട്ടി. 0.186 കിട്ടി ഡെൽറ്റ ടി എഫ്. ബാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ ടി എഫ് എന്താണ് ശരിക്കും? ടി എഫ് 0 മൈനസ് ടി എഫ്. കണ്ടെത്തേണ്ടതാണ് നമുക്ക് ഫ്രീസിംഗ് പോയിന്റ് അല്ലേ? ഇത് കണ്ടെത്തേണ്ടത് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ. ടി എഫ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ ബാക്കിയെല്ലാം അപ്പുറത്ത് കൊണ്ടുപോകാം. ടി എഫ് ഇപ്പുറത്ത് കൊണ്ടുവരാം. സോ ടി എഫ് ഈക്വൽ ടു ടി എഫ് 0 മൈനസ് ഡെൽറ്റ ടി എഫ് അല്ലേ? ടി എഫ് 0 മൈനസ് ഡെൽറ്റ ടി എഫ് അങ്ങനെ എടുത്തുള്ളൂ ആണ്. അപ്പൊ 273 കെൽവിൻ മൈനസ് 0.186 ചെയ്യുമ്പോൾ എത്ര കിട്ടും? ബാക്കി നിങ്ങൾ ചെയ്തോ. അത്രയും കെൽവിൻ. ഇതാണ് എന്ത് ഉത്തരം? ഡെൽറ്റ ടി എഫ് ആണ് ഉത്തരം. ടി എഫ് ആണ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദി സൊല്യൂഷൻ. 273 ചെയ്യണം. ഇത്രയും വാല്യൂ കുറയ്ക്കണം. അപ്പൊ എത്രയാണ് കിട്ടുന്നത്? അതാണ് ഉത്തരം. ഓക്കെ, ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ മതിയാക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.